ഹലോ, എല്ലാവർക്കും മോണോലെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മണികണ്ഠൻ, SAP Business One ഫങ്ഷണൽ കൺസൾട്ടൻറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നത് SAP Business Oneനെ പറ്റിയാണ് അല്ലേ. SAP Business Oneൻ്റെ മാസ്റ്റർ ഡാറ്റയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായി ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മാസ്റ്റർ ഡാറ്റ ഏതായിരുന്നു? 1 ചാർട്ട് ഓഫ് അക്കൗണ്ട്, 2 ഐറ്റം മാസ്റ്റർ, 3 ബിസിനസ് പാർട്ണർ മാസ്റ്റർ ഡാറ്റ. ഈ 3 മാസ്റ്റർ ഡാറ്റയാണ് SAP Business Oneൻ്റെ വളരെ പ്രധാനപ്പെട്ട മാസ്റ്റർ ഡാറ്റ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ മാസ്റ്റർ ഡാറ്റാസ് SAP Business Oneൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ചെറിയ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ചെറിയ മാസ്റ്റർ ഡാറ്റാസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓരോരോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ മാസ്റ്റർ ഡാറ്റ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മാസ്റ്റർ ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? എന്തിനാണ് ഒരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ അവരുടെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്നത്? SAP സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, മറ്റേത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലേ? അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എന്തിനാണ് ഒരു കമ്പനി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേ ടു ഡേ ആക്ടിവിറ്റി സോഫ്റ്റ്വെയറിലെ ഡാറ്റ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഒരു കമ്പനിയിൽ മേജറായി നടക്കുന്ന ട്രാൻസാക്ഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ട്രാൻസാക്ഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ഉണ്ട്? ഓക്കെ, അപ്പോൾ വരും വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയിലെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് SAP Business Oneൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എന്താണ് ട്രാൻസാക്ഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ ആക്ടിവിറ്റി ഇൻ എ ബിസിനസ് റെഫർ ടു വേരിയസ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഇൻറ്ററാക്ഷൻസ് ഓർ എക്സ്ചേഞ്ച് ദാറ്റ് ഒക്യുർ വിത്തിൻ ദ കമ്പനി ആസ് part of its day-to-day operations. It involves the transfer of goods, service, money or other resource and are essentials for the business to function and achieve its goals. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അവർക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. ആ സ്ഥാപനം നടത്തുന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും, ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എൻട്രി ചെയ്യുക, അതിൻ്റെ ഡാറ്റ ഫീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെന്തെല്ലാമായിരിക്കാം? അത് സ്ഥാപനത്തിൻ്റെ ഐറ്റംസ്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് വാങ്ങുന്നതായിരിക്കാം. അത് മറ്റ് റിസോഴ്സുകൾ ഉണ്ടാവില്ലേ, നമ്മൾ മാൻ പവർ ഉണ്ടാവും, മെഷീൻ പവർ ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻസ്, ഇത് വാങ്ങുന്നത്, ഇത് വിൽക്കുന്നത്, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിരവധി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, നിരവധി കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഇൻ ടൈം ഓഫ് മണി ആയിരിക്കാം, ഇൻ ടൈം ഓഫ് ഗുഡ്സ് ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്ത് ഡാറ്റ ഫീഡ് ചെയ്ത്, അതായത് ഡാറ്റ എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത ഡാറ്റ റിട്രീവ് ചെയ്ത് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു കമ്പനിയിൽ ഡേ ടു ഡേ നടക്കുന്ന ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേജറായിട്ട് എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ഒരു ഓർഗനൈസേഷനിൽ വരും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ ട്രാൻസാക്ഷൻസ്? സെയിൽസ് ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ്. സെയിൽസ് ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സെയിലും വരുമാനവും എല്ലാം ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, ആക്ടിവിറ്റീസ്. ദെൻ പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ട്രാൻസാക്ഷൻ. പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് സാധനം വാങ്ങുന്നു, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചിലവുകൾ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻസ്, ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം, ഇൻവെൻട്രി ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. ഇൻവെൻട്രി ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ മേജറായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് ഉണ്ടായിരിക്കും, അത് വാങ്ങുന്നു, വിൽക്കുന്നു, ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് പേറോൾ ഉണ്ടായിരിക്കാം. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് കണക്റ്റായി കിടക്കുന്നത്
സ്ഥാപനത്തിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ്, അതായത് സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നത്, അവർക്ക് ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻസ്, അവർക്ക് ഓവർ ടൈം ചെയ്യുമ്പോൾ അവർക്ക് എത്രമാത്രം എമൗണ്ട് കൂടുതൽ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ലീവ് എടുക്കുമ്പോൾ എത്രമാത്രം അവർ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് എത്രമാത്രം എമൗണ്ട് കട്ട് ചെയ്യണം, അങ്ങനത്തെ ലീവ് മോണിറ്റർ ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിനൊക്കെയാണ് പേറോൾ ട്രാൻസാക്ഷൻസും പറയുക. നെക്സ്റ്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് ബാങ്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ബാങ്കിലും ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കാം, അവിടുന്ന് ലോൺ എടുക്കുന്നതായിരിക്കാം, ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്. കമ്പനിയുടെ അസറ്റ് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ അസറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, ബിൽഡിങ്, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആക്ടിവിറ്റീസ്, ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുക. നെക്സ്റ്റ് ടാക്സ് ട്രാൻസാക്ഷൻസ്. ടാക്സ് ട്രാൻസാക്ഷൻ പ്യൂർലി ഗവൺമെൻറ്റുമായിട്ട് കണക്റ്റായി കിടക്കുന്നതാണ്. നമ്മളുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഈ GSTയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, ഗവൺമെൻറ്റിന് GST പേ ചെയ്യുക, ഓരോ പീരീഡ് ആകുമ്പോൾ നമ്മൾ പേ ചെയ്തത് തിരിച്ച് ക്ലെയിം ചെയ്തെടുക്കുക, അതിൻ്റെ ലേറ്റ് ഫീ പേ ചെയ്യുക, TCS പോലെയുള്ള കാര്യങ്ങൾ പേ ചെയ്യുക, ടാക്സ് ഫയൽ ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടാക്സ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരിക. നെക്സ്റ്റ് ലോൺ ആൻഡ് ഡെപ്റ്റ് ട്രാൻസാക്ഷൻസ്. നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോണ്, അതായത് ബാങ്ക് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്ന് എടുക്കുന്ന ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നതായിക്കോട്ടെ, ഇങ്ങനത്തെ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോണ്, ഡെപ്റ്റ്സ്, ഇതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻസ്. കൂടാതെ ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ് വരും. ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിക്ക് തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ബിസിനസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ കമ്പനിയുടെ തന്നെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം അല്ലേ. ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിലേക്ക് സാധനം കൊടുത്തയക്കുന്നു, അവിടുന്ന് സാധനം ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നു, മറ്റൊരു ബ്രാഞ്ചിലേക്ക് തിരിച്ചെടുക്കുന്നു, ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, മറ്റ് ബ്രാഞ്ചിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കാം. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്കകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, അതുപോലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, മെഷീൻ ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഒത്തിരി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതിന് ബെറ്ററായിട്ട് ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് SAP Business One എന്നുള്ള സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ട്രീറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇനി വരും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മാസ്റ്റർ ഡാറ്റാസ് ആയിരുന്നു. മാസ്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഴ്സസ് വേണം, കുറച്ച് ഡാറ്റയുടെ സോഴ്സസ് വേണം അല്ലേ, കുറച്ച് മാസ്റ്റേഴ്സ് വേണം. അതിനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മാസ്റ്റർ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്തണം, നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തണം. അതിനി നമ്മൾ വരും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ജസ്റ്റ് ഒരു മാസ്റ്റർ ട്രാൻസാക്ഷൻ എന്താണ് എന്നുള്ളതിനൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഓക്കെ.